നമസ്കാരം. സത്യത്തിന്റെ മുഖം എപ്പോഴും വികൃതമായിരിക്കും. ഒരു സത്യം മൂടി വെക്കപ്പെടുന്നത് അത് കുറച്ചു നാളത്തേക്ക് മാത്രമായിരിക്കും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ധർമ്മസ്ഥലയിലെ കൊടൂര കൊലപാതകത്തിന്റെ ചുരുൾ അഴിഞ്ഞത്. ഒരു ശുചീകരണ തൊഴിലാളി 12 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ഒരു അപരാധം. അയാൾ ചെയ്തത് തെറ്റ് തന്നെയാണ്, അയാളെ ഞാൻ ന്യായീകരിക്കുകയൊന്നുമല്ല. പക്ഷേ ആ ഒരു അപരാധം 12 വർഷങ്ങൾക്ക് ശേഷം അയാൾ അത് വെളിപ്പെടുത്താൻ സമ്മതിതമായിട്ടുണ്ടെങ്കിൽ, അയാളുടെ ഉറക്കം കെടുത്തുന്ന രാത്രികളിൽ നിന്നും അയാളുടെ ഭയപ്പാടുകളിൽ നിന്നും അയാൾ അതിൽ നിന്നൊരു മോചനം കിട്ടണമെന്ന് വിചാരിച്ച് നിയമത്തിന്റെ വഴി അയാൾ അത് വെളിപ്പെടുത്താൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ, ആ തയ്യാറായതിനെ മുന്നോട്ട് വെച്ച് അവിടെ പരിശോധിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ അയാൾ പറഞ്ഞത് സത്യം. അവിടെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താണ് കണ്ടത്? ഒരുപാട് അസ്ഥികളുടെ കൂമ്പാരങ്ങൾ, പലതും കൈകാലുകൾ കെട്ടി ബന്ധിച്ചവ. ഈ ഒരു കൊടൂര കൃത്യം അവിടെ നടന്നിട്ടേ ഇല്ലാതെ വാദിക്കുന്ന കുറച്ച് ആളുകളോടാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. ഇതൊന്നുമേ നടന്നിട്ടില്ല, ഈ ഇത്രയും സംഭവം ടിവിയിലും ന്യൂസ് ചാനലിലും ഒക്കെ കാണിച്ചിട്ടും ഇപ്പോഴും വെട്ടമെത്താത്ത മനുഷ്യരെ, എനിക്ക് നിങ്ങളോട് മാത്രമാണ് സംസാരിക്കാനുള്ളത്. നിങ്ങളുടെ കുടുംബത്തിലെ ഒരംഗമാണ് ഇങ്ങനെ കാണാതാവുന്നതും വർഷങ്ങൾക്ക് ശേഷം അവരുടെ ബോഡിയാണ് ഇങ്ങനെ കിടന്ന് കാണുന്നതെങ്കിലും അപ്പോഴും നിങ്ങൾ ഇതൊന്നും കണ്ടിട്ടില്ല എന്ന് തന്നെ പറയുമോ? സൗജന്യം തുടങ്ങിയ കേസാണ്. ഇപ്പോൾ എത്തി നിൽക്കുന്നത് 100-ൽ പരം പെൺകുട്ടികളും യുവതികളുടെയും ശരീരം അവിടെ മറവ് ചെയ്തിരിക്കുന്നു. അതും പലതും ലൈംഗിക ഉപയോഗത്തിന് ശേഷം. ആ ലൈംഗിക ഉപയോഗത്തിനുള്ള വ്യക്തമായ തെളിവുകളാണ് അവരുടെ യോനിയിൽ വരെ മണ്ണ് നിറച്ച്. അത്രയും വൈകൃതപൂർണമായിട്ടാണ് അവിടെയുള്ള ഓരോ സ്ത്രീകളും മണ്ണിനടിയിൽ മറവ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷമുള്ള അയാളുടെ കുറ്റപ്പെടുത്തലിന്റെ കുറ്റബോധത്തിന്റെ ഒരു ഉൾവികാരത്തിൽ നിന്നുമാണ് ഇത്രയും വലിയ ഒരു കൊടൂര കൃത്യത്തിന്റെ ചുരുൾ അഴിയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നില ഇപ്പോൾ എന്താണെന്ന് ആർക്കെങ്കിലും ഒരു ധാരണയുണ്ടോ? ഇത്രയും വലിയ ഒരു കേസിന്റെ, അതായത് ഇത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കേസിന്റെ മൊഴി രേഖപ്പെടുത്തി അദ്ദേഹത്തിന്റെ തെളിവുകൾ ഉൾപ്പെടെ കാണിച്ചു. ഇപ്പോൾ ആ തെളിവുകൾ ഉൾപ്പെടെ കണ്ടു കഴിഞ്ഞപ്പോൾ അവിടുത്തെ പോലീസുകാരും പറയുന്നത് എന്താണ്? ഇയാളെ കാണുവാനില്ല, സാക്ഷിയെ കാണുന്നില്ല എന്നാണ് പറയുന്നത്. എന്നാൽ സാക്ഷി എവിടെയാണ്? അഭിഭാഷകർ പറയുന്നത് സാക്ഷിയെ കാണാതൊന്നും പോയിട്ടില്ല എന്നുള്ളത്. ആർക്കു വേണ്ടിയിട്ടാണ്? ചോദ്യം ചോദിക്കുന്നത് നിശബ്ദമാക്കി ശീലമുള്ള ഒരു ജന്മിത്വത്തിന്റെ കഥയാണ് ഇതിൽ ചുരുളഴിയാൻ പോകുന്നത്. 1995 2014 കാലഘട്ടത്തിലാണ് ഈ ഒരു കൊടൂര സംഭവം അവിടെ അരങ്ങേറുന്നത്. അവിടെയല്ല, ധർമ്മസ്ഥലയിൽ അരങ്ങേറുന്നത്. എന്ത് തന്നെ ആയാലും അവിടുത്തെ വനിതാ കമ്മീഷൻ ഇതിൽ ഇടപെട്ടിട്ട് വനിതാ കമ്മീഷൻ ചെയർപേഴ്സണായ നാഗലക്ഷ്മി ചൗധരി പ്രത്യേക അന്വേഷണ സംഘം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജന്മിത്തത്തിന്റെ ഭാഷയായിരുന്നു അവിടെ അരങ്ങേറുന്നത്. അത്രയും സ്ത്രീകളെ കാണാതിരിക്കുകയും അവരെ കൊടൂരമായി കൊല്ലപ്പെടുകയും ചെയ്തിട്ടും ഒരക്ഷരം പോലും അവിടെയുള്ള ആരും FIR പോലും, കേസ് പോലും രജിസ്റ്റർ ചെയ്തില്ല എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കാം അവിടുത്തെ ആൾക്കാരുടെ ഹോൾഡ് എന്താന്നുള്ളത്. പുഷ്പലതയുടെ കൊലപാതകവും ഈ ധർമ്മസ്ഥല കേസുമായി യാതൊരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരുപാട് ബന്ധം പുലർത്തുന്നതാണ്. പുഷ്പലതയുടെ അച്ഛൻ ഒരു പാർട്ടി നേതാവായിരുന്നു. ആ പാർട്ടി നേതാവിന്റെ മകളാണ് പുഷ്പലത. ആ സ്ത്രീയും കൊല്ലപ്പെട്ടത് കൊടൂരമായി തന്നെയാണ്. കണക്ട് ചെയ്യുമ്പോൾ ഇതൊരു വലിയ 100-ലല്ല 487-ൽ പരം സ്ത്രീകൾ അതിന്റെ മണ്ണിനടിയിൽ ഉണ്ടെന്നാണ് ഔദ്യോഗികമായ റിപ്പോർട്ട് വന്നിരിക്കുന്നത്.